CISF ഉദ്യോഗസ്ഥൻ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ മൃതദേഹം സംസ്കരിച്ചു. CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ അങ്കമാലി തുറവൂർ അരിശ്ശേരിയിൽ ജിജോ ജെയിംസിന്റെ മകൻ ഐവിൻ ജിജോയുടെ മൃതദേഹം സംസ്കരിച്ചു. നിരവധി പേരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹ സംസ്കരണം നടന്നത്. തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടന്ന മൃതദേഹ സംസ്കരണ ചടങ്ങിൽ ഫരീദാബാദ് ബിഷപ്പ് ജോസ് പുത്തമൂട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു. വീട്ടിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ആന്റണി പുതിയപറമ്പിൽ, ഫാദർ മാർട്ടിൻ പോൾ കാളാമ്പറമ്പിൽ, ഫാദർ ജോസഫ് കണിമറ്റം, ഫാദർ ജോർജ് കുറവക്കാട്, ഫാദർ ജോർജ് പൈറ്റിക്കാട്, ഫാദർ ഫ്രെഡി മുടക്കക്കുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി. അങ്കമാലി LF ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ മൃതസംസ്കാര പ്രസംഗം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ കേന്ദ്രമന്ത്രി PC തോമസ്, മുൻ മന്ത്രി ജോസ് തെറ്റയിൽ, റോജി M ജോൺ MLA, PJ ജോയ്, ബിഷപ്പ് മാർ തോമസ് ചാക്യത്ത്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയ, CPM ജില്ലാ സെക്രട്ടറി S സതീഷ്, ഏരിയ സെക്രട്ടറി KP രജീഷ്, അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ, മുൻ ചെയർമാൻമാരായ മാത്യു തോമസ്, ബെന്നി മൂഞ്ഞലി, സിനി മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുദേശിയ തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ, തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോയ്, വാർഡ് മെമ്പർ MP മാർട്ടിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി, പാലാ രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ, FCC പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ബോണി മരിയ, 2020 സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ചാർലി പോൾ, അഡ്വക്കേറ്റ് KP ഷിബു, KP ബേബി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു അപകടമല്ല, ക്രൂരമായ കൊലപാതകമാണ്. നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടി വളരെ പ്രയാസത്തോടുകൂടി കണ്ടതാണ്. ചെറുപ്പക്കാരനാണ്, 24-25 വയസ്സുള്ള ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. അതനുസരിച്ചുള്ള നിയമപരമായ നടപടികളുണ്ടാകും. കാരണം ഈ വണ്ടി മുമ്പിൽ നിന്ന ആളെ തള്ളി മറിച്ചിട്ട് പോലീസ് റിപ്പോർട്ട് തന്നെയാണ് ബോണറ്റിലേക്ക് ദൂരം ഒളിച്ചു കൊണ്ടുപോയി ആ അപകടത്തിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. അത് ഉത്തരവാദികളായ ആളുകളെ കൊലക്കുറ്റപ്പെടുന്ന കേസെടുത്ത് അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം.